കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശന നിയമത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. മാസ്റ്റേഴ്സ്, ഡോക്ടർ ബിരുദങ്ങൾക്കായി കാനഡയിൽ പഠിക്കാൻ വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ വേഗത്തിലാക്കാനും മുൻഗണന നൽകാനും കനേഡിയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിലുള്ള പരിധി ബാധകമായിരിക്കില്ല. 2026 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കാനഡയുടെ വിദേശ വിദ്യാർത്ഥി പ്രവേശന ലക്ഷ്യങ്ങൾ കുറച്ച സാഹചര്യത്തിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. കാനഡയുടെ പുതിയ കുടിയേറ്റ പദ്ധതി അനുസരിച്ച് 2026 മുതൽ 2028 വരെയുള്ള കാലയളവിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശന ലക്ഷ്യങ്ങൾ പകുതിയായി കുറച്ചിരുന്നു. 2026 1.55 ലക്ഷം വിദ്യാർത്ഥികളെയും 2027 1.50 ലക്ഷം വിദ്യാർത്ഥികളെയും പ്രവേശിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ബിരുദ പഠനത്തിന് വരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2026 ജനുവരി 1 മുതൽ കാനഡയിലെ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ദേശീയ പ്രവേശന പരിധി ബാധകമായിരിക്കില്ല. കൂടാതെ അവർക്ക് പ്രവേശനത്തിനായി പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അറ്റസ്റ്റേഷൻ ലെറ്ററും ആവശ്യമില്ല. എന്നാൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ പരിധികളും അറ്റസ്റ്റേഷൻ ആവശ്യകതകളും ബാധകമായിരിക്കും. ഡോക്ടറൽ ബിരുദത്തിനായി വിദേശത്ത് നിന്ന് അപേക്ഷിക്കുന്നവർക്ക് പഠനാനുമതി ലഭിക്കാനുള്ള ഓൺലൈൻ പ്രക്രിയ വേഗത്തിലാക്കുകയും അപേക്ഷ പൂർണ്ണമാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ പഠനാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നയം വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കും പ്രയോജനം ചെയ്യും. വിദ്യാർത്ഥികളോടൊപ്പം വരുന്ന പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാം. കുട്ടികൾക്ക് പഠനത്തിനോ സന്ദർശക വിസയ്ക്കോ അപേക്ഷിക്കാൻ സാധിക്കും. മൊത്തത്തിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ തന്നെ ഗവേഷണത്തിനും നൂതന ആശയങ്ങൾക്കും കഴിവുള്ളവരുടെ ലഭ്യത വർദ്ധിപ്പിക്കാനാണ് കാനഡ സർക്കാർ ലക്ഷ്യമിടുന്നത്. 2027ഓടെ കാനഡയിലെ മൊത്തം ജനസംഖ്യയുടെ 5% താഴെയായി താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ കാനഡയുടെ ജനസംഖ്യ 4.15 കോടിയാണ്. കാനഡയിലെ പ്രമുഖ ഗവേഷണ സർവകലാശാലയുടെ കൂട്ടായ്മയായ U15 കാനഡ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. U15 സർവകലാശാലകളിൽ പഠിക്കുന്ന ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠനാനുഭവവും നൂതന ഗവേഷണ അവസരങ്ങളുമാണ് തേടുന്നത്. പലരും കാനഡയിൽ തന്നെ താമസിച്ച് രാജ്യത്തിന്റെ നൂതനമായ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ഈ പരിധിയിൽ നിന്ന് ഇളവ് നൽകുന്നത് തങ്ങളുടെ സർവകലാശാലകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാൻ സഹായിക്കുമെന്നും U15 കാനഡ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരിധിയിൽ നിന്ന് ഇളവ് നൽകാനുള്ള തീരുമാനം കാനഡയുടെ കുടിയേറ്റ സംവിധാനം മികച്ച രീതിയിൽ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. ഇത് മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും ലോകമെമ്പാടുമുള്ള മികവിന്റെ കേന്ദ്രമെന്ന നിലയിൽ കാനഡയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ കാനഡയിലെ സർവകലാശാലകളിലെ ഉന്നത ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിലെ ഒരു DLIയിൽ നിന്നുള്ള ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, ആവശ്യമായ പണം, കൃത്യമായ രേഖകൾ, സമയബന്ധിത ബയോമെട്രിക് സമർപ്പിക്കൽ എന്നിവ ഇപ്പോഴും ആവശ്യമാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.